ലൈംഗികാരോപണങ്ങൾ നേരിടുന്ന കോൺഗ്രസ് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മാനസികാവസ്ഥ വെളിപ്പെടുത്തി രാഹുൽ ഈശ്വർ പുറത്തുവിട്ട ഫോൺ സംഭാഷണം ശ്രദ്ധേയമാകുന്നു. സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് രാഹുൽ ഈശ്വർ ഈ സംഭാഷണം പുറത്തുവിട്ടത്. വ്യക്തിപരമായ കാര്യങ്ങൾ വെളിപ്പെടുത്തരുതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അദ്ദേഹത്തിനു വേണ്ടിയാണ് ഇത് പുറത്തുവിടുന്നതെന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. ഫോൺ സംഭാഷണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ താൻ അനുഭവിക്കുന്ന കടുത്ത മാനസിക സമ്മർദ്ദത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നുണ്ട്. ആഹാരം കഴിക്കുന്നില്ല, വിശക്കുന്നില്ല, ഉറക്കം വരുന്നില്ല, എക്സ്ട്രീം ട്രോമയിലൂടെ പോവുകയാണ്. ആ ഓരോ വാക്കുകളും നിങ്ങൾ കേൾക്കണം. ഇത് ഈ തീവ്ര ഫെമിനാസികൾ കള്ളം പറയുന്നത് പോലെയല്ല, ഇല്ലാത്ത വേദന ഉണ്ടാക്കി പറയില്ല. യഥാർത്ഥത്തിൽ വേട്ടയാടപ്പെടുന്നത് പുരുഷനാണെന്ന് തിരിച്ചറിയാൻ കൂടെ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. രാഹുലിനോട് പറഞ്ഞതിന്റെ കാര്യം രാഹുലാണ് ഇത് പറയേണ്ടത്, അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അതിൽ വിടുന്നില്ല. പക്ഷെ ചില കാര്യങ്ങൾ നാട്ടുകാർ അറിഞ്ഞിരിക്കണം. രാത്രിയിൽ ഗുളിക കഴിച്ചിട്ടും 2-3 മണിക്കൂർ മാത്രമാണ് ഉറങ്ങാൻ സാധിക്കുന്നതെന്നും റൂമിന് പുറത്തിറങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണെന്നും അദ്ദേഹം പറയുന്നു. ഇത് ശാരീരികമായ വേദന കൊണ്ടല്ലെന്നും കടുത്ത മാനസികാഘാതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിയമപരമായ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയുന്ന അദ്ദേഹം തന്റെ നിരപരാധിത്വം ഒരു ദിവസം പുറത്തു വരുമെന്ന് പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് മാത്രമല്ലല്ലോ ട്രോമ എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഈ വിഷയത്തിലെ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ വ്യക്തമാക്കുന്നു. തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീകളെല്ലാം സന്തോഷത്തോടെ തൊഴിലിടങ്ങളിൽ ജീവിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ റൂമിൽ നിന്ന് പുറത്തിറങ്ങുക എന്നതാണ് തന്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എങ്ങനെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ ആഗ്രഹം MLA ആകണമെന്നോ മന്ത്രിയാകണമെന്നോ അല്ല, റൂമിന് പുറത്തേക്ക് ഇറങ്ങണം എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പം ആളുകൾക്ക് എന്താണ് മിണ്ടാത്തത്, എന്താണ് പറയാത്തത്, പ്രതികരിക്കാത്തത്, എന്താ തെറ്റിയിട്ടുണ്ടാണോ എന്നൊക്കെ ചോദിക്കുന്നത്. എന്തൊക്കെയായാലും രാഹുൽ അകപ്പെട്ടിരിക്കുന്ന ഊരാക്കുടുക്കിൽ നിന്നും പുറത്തു ചാടാൻ അത്ര എളുപ്പമല്ല. ക്രൈംബ്രാഞ്ച് രാഹുലിനെതിരായ തെളിവുകൾ ശേഖരിച്ചു വരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. സൈബറിടങ്ങളിൽ പലരും രാഹുലിനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷം കോൺഗ്രസ് നേതാക്കളും രാഹുലിനെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ പ്രശ്നം ഇതുപോലെ ഇനിയും നീണ്ടുനിന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാഷ്ട്രീയ ഭാവി ഇതോടെ അവസാനിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.